നമസ്കാരം. മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും ഇക്കുറി ആവശ്യത്തിൽ കൂടുതൽ അപവാദങ്ങളും ആരോപണങ്ങളും അഴിമതികളും ഒക്കെ ചൂടോടുകൂടി നിൽക്കുന്നതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇത്രയും രാഷ്ട്രീയ കോളിളക്കങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത് ഇത് ആദ്യമാണെന്ന് പറയാം. കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും പിണറായി പക്ഷത്തിന് ശബരിമല വിഷയവും കത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ വലിയ പരിക്കുകളൊന്നുമില്ലാതെയാണ് ബി മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ബി രാഷ്ട്രീയത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന് അധ്വാനിച്ചിരുന്ന ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയും മുരളീധരനെയും ഒക്കെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് മോദി ഒരു വരത്തനെ രാജീവ് ചന്ദ്രശേഖർ എന്ന കുത്തക മുതലാളിക്ക് കേരളത്തിന്റെ ബി പ്രസ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്യം വെച്ചത് തമ്മിൽ തന്നെ ഒഴിവാക്കി അടിത്തറ ബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. രാജീവിന് അതിന് ഈ കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അധികാരത്തിൽ വന്നതിനു ശേഷം തന്റെ അനുയായികളെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്നും സുരേന്ദ്രൻ പക്ഷത്തെയും ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെയും മുരളീധരൻ പക്ഷത്തെയും ഒക്കെ പലതായി വേർതിരിച്ചുകൊണ്ട് അവരുടെ അണികളെ രാഷ്ട്രീയത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു എന്നുമുള്ള ശക്തമായ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ച സംഭവങ്ങളാണ്. എന്നാൽ നിലവിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ പിണറായി പക്ഷവും സതീശൻ പക്ഷവും ഒക്കെ തകർന്ന് നാണം കെട്ടു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിൽ ബി കേരളത്തിൽ വേരുപിടിക്കാനാകുമോ എന്നുള്ള ആലോചനയാണ് മൊത്തത്തിൽ നടക്കുന്നത്. അതിനു പിന്നാലെയാണ് നേമത്ത് ബി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണെന്നുള്ള കാര്യം ബി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വൈബ് പരിപാടിയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം നടന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. താൻ 100% മത്സരിക്കുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ വേണമെങ്കിൽ മണ്ഡലം ഏതെന്നും പറയാമെന്നും പറഞ്ഞു. ഇതിനുശേഷമാണ് താൻ നേമത്തായിരിക്കും മത്സരിക്കുക എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ശശി തരൂർ ബി വരുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ തനിക്ക് പ്രതീക്ഷയില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. സ്ഥാനാർത്ഥി ചർച്ച പാർട്ടിയിൽ ആരംഭിക്കും മുന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായി. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് ബി പതിവ് രീതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തിരുന്നു. 2016 സംസ്ഥാനത്ത് ആദ്യമായി ബി MLA ലഭിച്ചത് നേമത്തായിരുന്നു. രാജഗോപാൽ ജയിച്ച സീറ്റിൽ 2021 കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടിരുന്നു. നിലവിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് നേമത്തെ MLA. രാജീവ് ചന്ദ്രശേഖർ നിയമമണ്ഡലത്തിൽ മത്സരിക്കുന്നുവെന്ന പ്രഖ്യാപനം ബി കേരള രാഷ്ട്രീയം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ ഏറ്റവും ശക്തമായ സൂചനയായി മാറിയിരിക്കുകയാണ്. പാർലമെന്റിലെ പ്രവർത്തനത്തിൽ, ഡിജിറ്റൽ ഇന്ത്യയുടെ വളർച്ചയിൽ, പ്രതിരോധ സാങ്കേതിക രംഗങ്ങളിലെ പരിഷ്കാരങ്ങളിൽ എന്നിവിടങ്ങളിൽ ദേശീയ തലത്തിൽ രാജീവ് ചന്ദ്രശേഖർ തെളിയിച്ച കഴിവ് കേരളത്തെ കൂടുതൽ ആഴത്തിൽ ദേശീയ രാഷ്ട്രീയ ശ്രദ്ധാമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നീക്കമാണ്. കേരളത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന രണ്ട് മുൻനിര കൂട്ടുകെട്ടുകളുടെ മേൽനോട്ടത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്ത സാധ്യതയുള്ള മുഖം ആദ്യമായി ഇത്ര ശക്തമായി ഉയർന്നു വരുന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. വലിയ ദേശീയ നേതാക്കൾക്കും മന്ത്രിമാർക്കും കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിത്തം കുറവായിരുന്ന സാഹചര്യം മാറ്റിമറിച്ച് ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു നേതാവിനെ ശക്തമായ നഗരമണ്ഡലമായ നേമത്തിലേക്ക് ഇറക്കുന്നതിലൂടെ ബി തങ്ങളുടെ രാഷ്ട്രീയ അടിസ്ഥാനം സംസ്ഥാനത്ത് കൂടുതൽ വികസിപ്പിക്കാനുള്ള തന്ത്രം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ നേമമണ്ഡലം ബി ഒരു പ്രതീകാത്മക മുന്നേറ്റം നൽകിയ മണ്ഡലമാണ്. ആ ചരിത്രത്തിന്റെ തുടർച്ചയായി കൂടുതൽ വലിയ ദേശീയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുന്നത് മുന്നോട്ടുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കും പാർട്ടിയുടെ ആത്മവിശ്വാസത്തിനും വലിയ യാഥാർത്ഥ്യമാണ് സമ്മാനിക്കാൻ പോകുന്നതെന്നാണ് വിലയിരുത്തലുകൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യം കേരളത്തിലെ യുവാക്കളിലേക്കും മധ്യവർഗത്തിലേക്കും നഗരവികസന പ്രതീക്ഷകൾ പുലർത്തുന്ന പ്രഗത്ഭരായ വോട്ടർമാരിലേക്കും ശക്തമായ രാഷ്ട്രീയ ചർച്ചകളെ നയിക്കുമെന്നതിൽ സംശയമില്ല. ഇതൊരു സാധാരണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിന് ഉയർന്ന തലത്തിലുള്ള ദേശീയ പങ്കാളിത്തം ലഭിക്കുന്ന ഒരു നിർണായക തീരുമാനം കൂടിയാണ്. ഈ നീക്കം കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി രൂപകൽപ്പനയിൽ നിർണായക ചലനങ്ങൾ സൃഷ്ടിക്കാനാണ് സാധ്യത.